പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മരണത്തിനിടയാക്കിയ ആ ദാരുണ സംഭവം, അതിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എത്ര പൈശാചികമായാണ് ആ കൊലപാതകം നടത്തിയത് എന്ന് ബോധ്യമാവുകയാണ്. കൃപേഷിൻ്റെ തലച്ചോറ് 2ആയി വെട്ടിപ്പിളർന്നു എന്നാണ്. അതിമാരകമായ വെട്ട്, ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രയ്ക്ക് പൈശാചികമായാണ് ആ ചെറുപ്പക്കാരൻ്റെ തലയോട്ടി വെട്ടിപ്പിളർന്നത്, തലച്ചോറ് 2ആയി പിളർന്നത് എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പറയുന്നു. ആ വെട്ടാണ് കൃപേഷിൻ്റെ മരണത്തിന് കാരണമായത്. ശരത്ലാലിൻ്റെ ശരീരത്തിൽ 15 വെട്ടുകൾ, 51 തിരിച്ചിട്ടാൽ 15. ആ ചെറുപ്പക്കാരൻ്റെ ജീവനെടുക്കാൻ ആ 15 വെട്ടുകളിൽ 2 വെട്ടുകൾ കാരണമായി എന്നാണ്. തുരുതുരാ വെട്ടുകയായിരുന്നു. അപ്പോഴേക്കും ജീവൻ പോയി. കാറിലെത്തിയ അക്രമി സംഘം. ശരിക്കും പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് CPMൻ്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി പ്രാദേശിക നേതാക്കളുടെ ഒത്താശയോടെ നടന്ന കൊലപാതകം എന്നാണ്. മൂർച്ചയേറിയ ആയുധം കൊണ്ടാണ് ഈ 2 ചെറുപ്പക്കാരെയും വെട്ടി അവരുടെ ജീവൻ എടുത്തത്. കൃത്യമായി പോലീസിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്ന ഒരു കാരണം, ഈ ആയുധം നേരത്തെ ഉപയോഗിച്ച് ശീലമുള്ളവർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകം കൃത്യമായി നേരത്തെ നടത്തിയിട്ടുള്ളവർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നതാണ്. പ്രഥമ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് രാഷ്ട്രീയ വൈരാഗ്യം തന്നെയാണ്. CPM ജില്ലാ കമ്മിറ്റി, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഇതിൽ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും പ്രഥമ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ്. ആര് ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ് ഇനി പോലീസ് കണ്ടെത്തേണ്ടുന്ന പ്രധാനപ്പെട്ട കാരണം. അവിടെ പോലീസ് സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, ഇത്രമേൽ പൈശാചികമായും ക്രൂരമായും കൊലപാതകം നടത്തണമെങ്കിൽ, ഇത്ര മൂർച്ചയേറിയ ആയുധം ഉപയോഗിക്കണമെങ്കിൽ അത് മുൻപരിചയമുള്ളവരാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രാദേശിക നേതൃത്വം കൊട്ടേഷൻ സംഘത്തിന് ഈ കൊലപാതകം നടത്തുന്നതിനുള്ള ചുമതല കൈമാറിയിരുന്നോ എന്നുള്ള തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കേരളം നടുങ്ങി നിൽക്കുകയാണ്. 2 ചെറുപ്പക്കാർ അവരുടെ തലയൊട്ടിയൊക്കെ വെട്ടിപ്പിളർക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. 23 സെൻറ്റിമീറ്റർ നീളമുള്ള മുറിവ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഇനി എന്താണ് ആ ശരീരത്തിൽ ബാക്കിയുള്ളത്? ആ ചെറുപ്പക്കാരുടെ വീട്ടിലേക്ക് ആ മൃതശരീരങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ അമ്മയും അച്ഛനുമൊക്കെ എങ്ങനെയാകും അത് ഏറ്റുവാങ്ങുക? എന്തിനു വേണ്ടിയായിരുന്നു ഇത്? എന്തു രാഷ്ട്രീയ ലാഭമാണ് ഇതിൻ്റെ പേരിൽ ലഭിക്കുന്നത്? എന്താണ് നേടാൻ സാധിക്കുന്നത്?